ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ അടുക്കള ബാക്ക്ഗ്രൗണ്ടായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ കൊറിയയിൽ വന്നിട്ട് 2 മാസമായി. ആൻഡ് എനിക്ക് കുറേ കിട്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്, ചേച്ചി കൊറിയയിലോട്ട് എങ്ങനെയാണ് വരിക, അങ്ങനത്തെ ഒരു ചോദ്യം. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഉണ്ടാക്കാം. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീസ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസ് ടു കം ടു കൊറിയ ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്സ് ആണ്: ടൂറിസ്റ്റ് ഓർ ട്രാവൽ വിസ, വർക്ക് വിസ, സ്റ്റുഡൻറ്റ് വിസ, പെർമനൻറ്റ് റെസിഡൻസ് വിസ, ആൻഡ് ദ ലാസ്റ്റ് വൺ, സീക്രട്ട് വേ ടു കം ടു കൊറിയ ഫോർ ഫ്രീ. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കണ്ട. ഓക്കെ, ലെറ്റ്സ് സി ടൂറിസ്റ്റ് വിസ ഫസ്റ്റ്. ടൂറിസ്റ്റ് വിസയിൽ നിങ്ങൾക്ക് കൊറിയയിൽ 3 months അല്ലെങ്കിൽ 90 days വരെയാണ് നിങ്ങൾക്ക് നിൽക്കാനുള്ള അനുമതി ഉണ്ടാവുക. ട്രാവൽ പർപ്പസ്, വിസിറ്റിംഗ് ഫാമിലി ഓർ ഫ്രണ്ട്സ്, ഈവൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ കോൺസേർട്ടൊക്കെ ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, ഈ ഒരു പേർപ്പസസിനാണ് നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസ കിട്ടുക. ഇത് C39 എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. യൂറോപ്യൻ സിറ്റിസൺസ് ഒക്കെ ആണെങ്കിൽ കൊറിയയിൽ വരാൻ വേണ്ടിയിട്ട് വിസ സ്പെഷ്യലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് അവർ ഇങ്ങോട്ട് വരുമ്പം എയർപോർട്ടിൽ നിന്ന് ദേ ക്യാൻ ഗെറ്റ് വിസ. ബട്ട് ഇന്ത്യൻസിന് അങ്ങനെയല്ല. നമുക്ക് വിസ അപ്ലൈ ചെയ്ത് വിസ കയ്യിൽ കിട്ടിയതിൻ്റെ ശേഷം മാത്രമേ കൊറിയയിൽ പോകാൻ പറ്റുള്ളൂ. #Indians and their struggles. ഈ ഒരു വിസ കാറ്റഗറിയിൽ ഞാൻ ട്രാവൽ പർപ്പസിനുള്ള ടൂറിസ്റ്റ് വിസേനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന ഇതെല്ലാം നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ്. ഞാൻ ഓരോന്നും വായിച്ചിട്ട് ഈ ഒരു വീഡിയോ ലോങ് വീഡിയോ ആക്കി മാറ്റുന്നില്ല. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത് മാത്രമേ ഓരോ ഡോക്യുമെന്റ് ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളൂ. ബട്ട് ഇതിൽ മെൻഷൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ബാക്കിയുള്ള ടൂറിസ്റ്റ് വിസ കാറ്റഗറിയിൽ പോയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോ കണ്ടപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊക്കെ വേണ്ടി വരും എന്നുള്ളത്. സോ ഒന്നാമത്തെ കാര്യം, ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾ വിസ അപ്ലൈ ചെയ്ത് വിസ അപ്രൂവ് ആയിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്താൽ മതിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. രണ്ടാമത്തത് ഹോട്ടൽ റിസർവേഷൻ, നിങ്ങൾ കൊറിയയിൽ വന്നാൽ എവിടെ താമസിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഈ 2 കാറ്റഗറി ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, കാരണം അവർ ചോദിക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ ഹോട്ടൽ റിസർവേഷൻ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടി വരും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വിസ ഫോം ഫില്ല് ചെയ്യുമ്പം അവർ കൊറിയയിൽ പോയാൽ നിങ്ങൾ എവിടെ താമസിക്കുന്നുള്ള അഡ്രസ്സൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി യു ഹാവ് ടു ഫിൽ ദാറ്റ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കാത്ത ഹോട്ടൽസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ബുക്ക് ചെയ്തിട്ട് ഒരു വിസക്ക് അപ്രൂവ് ചെയ്തിട്ട് പേ ചെയ്യുന്ന പോലെയുള്ള ഹോട്ടൽസ് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ ടൂർ ഐറ്റിനറി വേണോ, ഇങ്ങനത്തെ നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ട് VFS ടീമിനൊരു മെയിൽ അയച്ചാൽ അവരെല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തരും. ഐ എം ഷ്യൂർ അബൌട്ട് ദാറ്റ്. പിന്നെ ഐ ഡോണ്ട് നോ ഇത് എത്രത്തോളം ട്രൂ ആണെന്ന്. ഞാൻ ബാക്കിയുള്ള ടൂറിസ്റ്റ് വിസയിൽ പോയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നൊരു സംഭവമുണ്ട്. മേ ബി ഇതിൽ മെൻഷൻ ചെയ്ത പോലെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആണോ അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇസ് ബേസിക്കലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കൊരു ലെറ്റർ പോലെ വേണ്ടി വരും, സർട്ടിഫിക്കേഷൻ. ഓക്കെ, നോ ഒബ്ജക്ഷൻ ടു ഗോ ടു കൊറിയ. ഓക്കെ, രണ്ടാമത്തത് നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് നിന്ന് ലെറ്റർ വേണ്ടി വരും. സോ ദാറ്റ് ഈസ് വാട്ട് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. സോ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ്, നിങ്ങളുടെ ടൂർ ഐറ്റിനറി, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യണോ എന്നുള്ള ഡൗട്ടൊക്കെ നിങ്ങൾ വിസ ഓഫീസ്, അതായത് VFS ഓഫീസിൻ്റെ ഇമെയിലിലോട്ട്, ഹെൽപ്പ് ലൈൻ ഇമെയിലിലോട്ട് അയച്ചാൽ ദേ വിൽ ക്ലാരിഫൈ. സോ ഡു ദിസ് ബിഫോർ അപ്ലൈയിങ് ഫോർ വിസ. കാരണം വിസ അപ്ലൈ ചെയ്ത് റിജക്റ്റ് ആവുന്നതിനെക്കാട്ടി നല്ലതാണ് ഒരു മെയിൽ അയച്ച് എല്ലാ ഡൗട്ടും ക്ലാരിഫൈ ചെയ്തതിൻ്റെ ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആർ യു പ്ലാനിങ് ടു സ്റ്റഡി ഇൻ കൊറിയ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിസ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയാണ്. സ്റ്റുഡൻറ്റ് വിസയിൽ 2 കാറ്റഗറിയാണ് വരുന്നത്: D2 വിസ, D4 വിസ. D2 വിസയിൽ വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് ഡോക്ടറേറ്റ്. D4 വിസയിൽ വരുന്നത് കൊറിയൻ ലാംഗ്വേജ് പ്രോഗ്രാം. 2 കാറ്റഗറിയിലും ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് വരുന്നത് സെയിം ആണ്. ബട്ട് ദർ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അതാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. D2 വിസയിൽ പോകുന്ന ആൾക്കാർ മോസ്റ്റ്ലി സ്കോളർഷിപ്പിലായിരിക്കും പോകുന്നത്. കാരണം D2 ഈ അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പിന്നെ ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്നത് 2-3 വർഷത്തെ കോഴ്സായിരിക്കും. ആൻഡ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അത് കാരണം സ്കോളർഷിപ്പ് ഇല്ലാണ്ട് കൊറിയയിൽ പോകുക എന്നുള്ളത് ഇസ് ആക്ച്വലി വെരി ഡിഫിക്കൾട്ട്. അതുകൊണ്ട് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് പോകുന്നവരാണെങ്കിൽ
നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ അങ്ങനെയല്ല പോകുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് കാണിക്കണം. എത്ര എമൗണ്ട് എന്നുള്ളത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ യൂണിവേഴ്സിറ്റി ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എത്ര എമൗണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ ബാങ്ക് ബാലൻസ് ഒക്കെ കാണിക്കുക. ഇനി നമുക്ക് D4 വിസയിലോട്ട് വരാം. D4 വിസ എന്ന് പറയുന്നത് കൊറിയൻ ലാംഗ്വേജ് പ്രോഗ്രാമിനുള്ള വിസയാണ്. ഇവിടെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആയിരിക്കില്ല മോസ്റ്റ്ലി. ഓക്കെ, ഞാൻ കണ്ടിടത്തോളം ദർ ഇസ് നോ സ്കോളർഷിപ്പ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് $10,000 USD കാണിക്കണം ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കാണിക്കണം. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ് D2 ആണെങ്കിലും D4 ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത്. സോ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഭയങ്കര കെയർഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യുക. വിസ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പം ഭയങ്കര കെയർഫുള്ളായിട്ടിരിക്കുക. വീണ്ടും ചെക്ക് ചെയ്യുക. ജസ്റ്റ് എ ടിപ്പ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വർക്ക് വിസ. വർക്ക് വിസയിൽ കുറേ കാറ്റഗറീസ് ഉണ്ട്. അതിൽ 3 കാറ്റഗറി മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. E7, E2 ആൻഡ് D10. ഫസ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് E7 കാറ്റഗറിയിലുള്ള വിസയാണ്. E7 എന്ന് പറയുന്നത് സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ആക്ടിവിറ്റി വിസ. ഈ വിസ കൊടുക്കുന്നത് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വിസയാണ്. ഈ വിസ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയൻ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കൊരു ജോബ് ഓഫർ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് E2 വിസയാണ്. E2 വിസ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് വിസയാണ്. കൊറിയയിൽ വന്നിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ള വിസയാണ് E2 വിസ എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലാത്ത കാരണം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ടീച്ചിങ് സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ പേരെന്ന് പറയുന്നത് TEFL ആൻഡ് TESOL സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഓൾസോ സൗത്ത് കൊറിയൻ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ജോബ് ഓഫറും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് E2 ആൻഡ് E7 വിസ. നെക്സ്റ്റ് നമ്മുടെ വിസ D10 വിസയാണ്. അതായത് ജോബ് സീക്കർ വിസ. സൗത്ത് കൊറിയയിൽ ജോബ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല, ഇവിടെ വന്നിട്ട് ജോബ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വിസയാണ്. ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 6 months ആണ്. സപ്പോസ് 6 monthsൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് എൻ ഓപ്ഷൻ ടു എക്സ്റ്റെൻഡ്. പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നത് എന്ന് പറയുന്നത് പല കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ബി കെയർഫുൾ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു 6 months ഇവിടെ താമസിക്കാനുള്ള എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കാണിക്കേണ്ടി വരും ഈ ഒരു വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓൾസോ ഐ തിങ്ക് പാർട്ട് ടൈംസ് ആർ അലൗഡ്. പക്ഷേ എന്തൊക്കെ പാർട്ട് ടൈംസ്, എത്ര മണിക്കൂർ എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിക്കേണ്ടി വരും ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന്. ഓക്കെ, അതൊക്കെയാണ് D10 വിസയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ജോബ് സീക്കർ വിസയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഇത് മാത്രമല്ല ഒബ്വിയസ്ലി. ഓക്കെ, ബാക്കിയുള്ള ഡോക്യുമെന്റ്സിൻ്റെ ഒരു PDF ആയിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒബ്വിയസ്ലി സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓൾസോ E7 ആൻഡ് E2 വിസ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഐ സെർച്ച്ഡ്. ഓക്കെ, പക്ഷെ ഐ കുഡ് നോട്ട് ഫൈൻഡ്. കാരണം ഈ ഒരു VFS ലിസ്റ്റ് ഓഫ് വിസയിൽ നോക്കുകയാണെങ്കിൽ E7 വിസ, E2 വിസ എനിക്ക് എവിടെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മേ ബി മൈ മിസ്റ്റേക്ക്, ഐ ഡോണ്ട് നോ, ഐ എം സോറി. ബട്ട് വാട്ട് യു ക്യാൻ ഡു ഇസ് ലൈക്ക് ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാർ, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരടുത്ത് അന്വേഷിച്ചപ്പം അവരൊക്കെ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബിക്കോസ് നാട്ടിൽ നിന്ന് ജോലി കണ്ടുപിടിച്ചിട്ട് വേണം അവർക്ക് ഇവിടെ വരാൻ. സോ അവരെല്ലാവരും ജോലി കണ്ടുപിടിച്ചത് ഏജൻസി വഴിയാണ്. നാട്ടിൽ കുറേ കൺസൾട്ടൻസി ഏജൻസി ഒക്കെ ഉണ്ടാവുമല്ലോ. സോ അവർ വഴി ജോലി കണ്ടുപിടിച്ചതിന് ശേഷം അവർ തന്നെയാണ് വിസ അപ്ലൈ ചെയ്തതും അവർ തന്നെയാണ് എല്ലാം ചെയ്തത്. ഓക്കെ, സോ E2 ആൻഡ് E7 വിസ ആണെങ്കിൽ നിങ്ങൾ ജോലി ഒറ്റയ്ക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ഗെറ്റ് അഡ്വൈസ് ഫ്രം ദി വിസ ഓഫീസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അല്ല, ഏജൻസി വഴിയാണെങ്കിൽ അവർ തന്നെ എല്ലാം ചെയ്തോളും. സോ യു ഡോണ്ട് ഹാവ് ടു വറി. സോ അതാണ് എനിക്ക് E2 ആൻഡ് E7 വിസേനെ പറ്റി നിങ്ങളടുത്ത് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പെർമനന്റ് റെസിഡന്റ് വിസേനെ പറ്റി സംസാരിക്കാം. ഇതിലും 2 കാറ്റഗറിയാണ് വരുന്നത്, F2 ആൻഡ് F5. F2 എന്ന് പറഞ്ഞാൽ റെസിഡന്റ് വിസ, F5 എന്ന് പറഞ്ഞാൽ പെർമനന്റ് റെസിഡന്റ് വിസ. രണ്ടിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമുക്കാദ്യം F2 വിസ നോക്കാം. എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ബൈ ഹാർട്ട് ഓൾ ദീസ്. അത് കാരണം ഞാൻ ലാപ്ടോപ്പിൽ നോക്കിയാണ് ഇനി നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. F2 വിസ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ നാൾ കൊറിയയിൽ താമസിക്കുമ്പോൾ, അതായത് 5 years ഒക്കെ നിങ്ങൾ കൊറിയയിൽ താമസിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു പെർമനന്റ് റെസിഡന്റ് വിസ
ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് F2 വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ് ഒബ്വിയസ്ലി ഉണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് നിങ്ങൾ കൊറിയക്കാരനാണ് കല്യാണം കഴിച്ചെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തത് സ്കിൽഡ് വർക്കേഴ്സ് വിത്ത് സ്പെസിഫിക് എക്സ്പെർട്ടൈസ്, ഈ ഒരു കാറ്റഗറിയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ലോങ് ടേം റെസിഡൻസ്, ഓക്കെ, അതായത് ഒരു സ്പെസിഫിക് വിസ ടൈപ്പ് D സീരീസ് E സീരീസിലൊക്കെ നിങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ D2 വിസ, അതുപോലെ തന്നെ E സീരീസ് E2 E7 വിസ, ഈ ഒരു സീരീസിലൊക്കെ നിങ്ങൾ കുറേ നാള് കൊറിയയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ലോങ് ടേം റെസിഡൻസ്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് പോയിന്റ് സിസ്റ്റം ആണ്. കുറേ പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് F2 വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. എന്തൊക്കെ കാറ്റഗറി? ഫോർ എക്സാമ്പിൾ ഏജ്, എഡ്യൂക്കേഷൻ, കൊറിയൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഇൻകം, ഇതെല്ലാം ഇതിൽ വരുന്ന കാറ്റഗറീസ് ആണ്. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾ സപ്പോസ് F2 വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ചെക്ക് ദിസ് ഔട്ട്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 3 years വാലിഡ് ആണ്. അതിന്റെ ശേഷം യു ക്യാൻ ഓൾവേസ് എക്സ്റ്റെൻഡ്. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ലോങ് ലിവ് ഇൻ കൊറിയ, വർക്ക് ഓൾവേസ് വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ കൊറിയ. ഓൾസോ F2 വിസയിലൂടെ നിങ്ങൾക്ക് F5 വിസയിലോട്ട് എത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്, വിച്ച് ഇസ് ലൈക്ക് ദ പെർമനന്റ് വിസ. നെക്സ്റ്റ് നമുക്ക് F5 വിസനെ പറ്റി സംസാരിക്കാം. F5 വിസ എന്ന് പറയുന്നത് പെർമനന്റ് റെസിഡൻസ് ഇൻ കൊറിയ, ദാറ്റ് ഈസ് ലൈക്ക് യു ഹാവ് ഗോട്ട് ദ സിറ്റിസൺഷിപ്പ്. നൗ നിങ്ങൾക്ക് ആ ഒരു വിസ വെച്ചിട്ട് കൊറിയയിൽ ഇൻഡെഫിനിറ്റ്ലി, ദാറ്റ് മീൻസ് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് കൊറിയയിൽ താമസിക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ലോങ് ടേം റെസിഡൻസ്, അതായത് മിനിമം 5 years കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. മാരേജ് ടു എ കൊറിയൻ നാഷണാലിറ്റി ഉള്ള ആളായിട്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആഫ്റ്റർ 2 to 5 years ഓഫ് മാരേജ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. എക്സെപ്ഷണൽ ടാലൻറ്റ്, ദിസ് ഇസ് ദ സെയിം സ്കിൽഫുൾ പീപ്പിൾസ്, സ്കിൽഫുൾ പ്രൊഫഷണൽസിന് അപ്ലൈ ചെയ്യാം. പോയിന്റ് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെയും ബെനിഫിറ്റ് എന്ന് പറയുന്നത് F5 ഇസ് ലൈക്ക് യു ആർ എ കൊറിയൻ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു കൊറിയനെ പോലെ ജീവിക്കാം. നിങ്ങൾക്ക് ദാറ്റ് മീൻസ് കൊറിയൻസിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്കും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് F2 ആൻഡ് F5 വിസ. ഓക്കെ, ഐ നോ അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് സംഭവമായിരുന്നു, ബട്ട് ഐ തിങ്ക് അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളിവിടെ വന്ന് കുറേ കാലം ജീവിക്കുകയാണെങ്കിൽ മാത്രമാണ്. സോ യു ഡോണ്ട് ഹാവ് ടു വറി മച്ച് അബൌട്ട് F2 ആൻഡ് F5 വിസ. ഓക്കെ, യു ക്യാൻ സ്കിപ്പ് ദാറ്റ് പാർട്ട്. ഫൈനലി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഹൗ ടു കം ടു കൊറിയ ഫോർ ഫ്രീ. നിങ്ങൾ ഭയങ്കര ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് വരണം, K-pop ഫീൽഡിലൊക്കെ തിളങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയയിൽ ഫ്രീ ആയിട്ട് ട്രെയിനി ആയിട്ട് വരാം. ബട്ട് എങ്ങനെയാണ് ട്രെയിനി ആവുക എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഓഡീഷൻസ് നടത്തുന്ന കുറേ കമ്പനീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ LGBK എൻ്റർടൈൻമെൻറ്റ്, ഇങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട്. അവർ ഓഡീഷൻസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഓഡീഷൻസ് പാസ്സായാൽ ഇവർ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യും, ട്രെയിനി സ്പോൺസർ ചെയ്യും. ആൻഡ് everything, they'll sponsor everything, visa, stay, accommodation, like everything they'll sponsor. And നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം. ഒബ്വിയസ്ലി ട്രെയിനിങ് ഇസ് നോട്ട് ഈസി, ബട്ട് ദിസ് ഇസ് എൻ ഓപ്ഷൻ. നിങ്ങൾക്ക് ഭയങ്കര പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എൻ ഓപ്ഷൻ. അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള K-pop idols, which is Shreya and Arya, നമ്മുടെ മലയാളി അരിയ ഒക്കെ വന്നത് അങ്ങനെ തന്നെയാണ്. സോ ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാം. ബട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഓഡീഷൻസിന് പോകുമ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് അത് നല്ല കമ്പനിയാണ്, അവരുടെ ഇൻഫർമേഷൻ കറക്റ്റാണ്. കാരണം ദർ കുഡ് ബി സ്കാമേഴ്സ്, ബിക്കോസ് നമുക്ക് നമ്മുടെ നാട്ടിലെ വിശ്വസിക്കാൻ പറ്റില്ല. സോ ഓൾവേസ് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഭയങ്കര റിസർച്ച് ചെയ്തിട്ട് മാത്രം വേണം നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ കൊറിയയിലോട്ട് വരാൻ. ഓക്കെ, സോ പ്ലീസ് ഡു ദാറ്റ്. One more good news is that Korea is introducing K-culture visa, which is not disclosed yet. Like details ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ബട്ട് ഒബ്വിയസ്ലി അത് പറയുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബട്ട് നിങ്ങൾക്ക് K-drama, K-pop ലവേഴ്സിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന നല്ല പ്രതീക്ഷയുള്ള ഒരു വിസയാണ് K-culture വിസ എന്ന് പറയുന്നത്. ബട്ട് യെസ്, ലെറ്റ്സ് ഹോപ്പ് അത് പെട്ടെന്ന് തന്നെ വരുമെന്ന് നോക്കാം. ഈ ഒരു വർഷം സെക്കൻഡ് ഹാഫിൽ വരുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ബട്ട് ലെറ്റ്സ് സീ. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാ പോസിബിലിറ്റീസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ബട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ വെബ്സൈറ്റ് നോക്കിയിട്ടും പല ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ടും എൻ്റെ ഓൺ റിസർച്ചിലൂടെയൊക്കെയാണ്. സോ നിങ്ങൾ ഈ ഒരു വിസയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട് അതിൻ്റെതായ സൈറ്റിൽ നിന്ന്. ഓക്കെ, ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു ഇൻഫർമേഷനിലൂടെ നിങ്ങൾ ഒന്നിനും
ഇറങ്ങിത്തിരിക്കരുത്. ദിസ് ഇസ് എ റിക്വസ്റ്റ്, ഓക്കെ? സോ ഗൈസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഈ വീഡിയോ എന്ന് പറയുന്നത് ഐ ഹോപ്പ് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ഫോർ യു. യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ ഇൻഫർമേഷൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓൾസോ കമൻറ്റ് ദാറ്റ്. ഞാൻ എന്തായാലും റിസർച്ച് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്കിനി പോകുന്നതിന് മുമ്പ് വിസ അപ്ലൈ ചെയ്യുന്നത്, സപ്പോസ് നിങ്ങൾക്ക് ഏത് വിസയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, വിസ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി, ഓക്കെ? ഞാൻ എല്ലാ ഡീറ്റെയിൽസും അതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വിസ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.